അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ രാവിലത്തെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വണ്ടിയിലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ മദ്രസും സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ തണുപ്പ് സീസൺ ആകുമ്പോൾ തന്നെ അധികം വലിയ സ്പെൻഡ് ചെയ്യുക ഫുഡ് അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് പരിപാടി. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കുന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. നമ്മളെ റൂം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് 4ാം നില, ഏറ്റവും ടോപ്പിലാണ്. ഏറ്റവും ടോപ്പ് 5ാം നില മുകളിലുണ്ട്. ഇത് 4ലാണ്. ഏറ്റവും ടോപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ്. ഇവിടെ ലിഫ്റ്റിൻ്റെ ഒരു റൂം, അതുപോലെ ഒരു ഹാള്, പിന്നെ നമ്മളെ വാട്ടർ ടാങ്ക്, അതുപോലെ 2 റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഈ ഒരു പുറത്ത് നിന്ന് ഇവിടെ ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സെറ്റല്ലേ, നല്ല ഒരു സ്കൈ വ്യൂ, ടോപ്പിൽ നിന്നില്ല ഒരു വ്യൂ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ളൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അവിടെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല. അവിടെയൊക്കെ കയറിയാൽ നല്ല വ്യൂ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു വാട്ടർ ടാങ്കിൻ്റെ താഴെയുള്ളൊരു റൂമാണ്. AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൂളിങ്ങൊക്കെ അത്യാവശ്യമാണ്. ഇലക്ട്രിക്കലൊക്കെ ആയിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഹീറ്ററുണ്ട്, അതുപോലെ പൈപ്പുകളാണ്. ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഇതിനൊക്കെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളാണല്ലോ ഇവിടുന്ന് നേരെ വരുന്ന ഒരു ഫിൽറ്ററിങ്ങും കാര്യങ്ങളും ഒരുപാട് സംവിധാനങ്ങളാണ്. കരിയും പുകയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരും ഇവിടെ ഫാമിലിയിലൊക്കെ പെട്ട ഡ്രൈവേഴ്സാണ്. അപ്പോൾ അവരാണ് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതുവരെയുള്ളൂ നമുക്കുള്ള റോള്. ബാക്കിയൊക്കെ അവർ സെറ്റ് ചെയ്യും. അവരുടെ കുക്കിങ്ങും കാര്യങ്ങളും അവർ നോക്കിക്കോളും. നമ്മളെ റോള് കഴിഞ്ഞ പണികളുണ്ട്. നമ്മൾ ഒന്ന് ജമ്മിയ പോവാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. വണ്ടി നിറയെ സാധനങ്ങളാണ്. ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. ഒക്കെ ഒരാഴ്ചത്തോളം ഉണ്ടാവും. എന്നാലും അപ്പോഴൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പോകേണ്ടി വരും. പിന്നെ നമ്മളെപ്പോലെ ഫുൾ ടൈം കുക്ക് ചെയ്ത് കഴിക്കുന്നവരാവില്ല. ഒക്കെ ഇങ്ങനെ ഡെലിവറി ഒക്കെ ഹോട്ടൽ ഫുഡുകളാണ് അധികവും. അങ്ങനെ നമ്മളെ ലഞ്ച്, അമീറിൻ്റെ ലഞ്ചാണ് കേട്ടത്. പാസ്തയും കാര്യങ്ങളും, സലാഡ്, സോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലഞ്ച് ടൈമായി. ഇപ്പോൾ നമ്മളെ പുറത്തുനിന്നൊക്കെ ഫുഡ്, പുറത്തുനിന്ന് എല്ലാവരും പാടെ ഇരുന്ന് കഴിക്കില്ല എന്നുള്ളൂ. ഇത് സഫ്രാസിൻ്റെ ഫുഡ് അങ്ങനെ രണ്ടും പാടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കണം. എൻ്റെ ഫുഡ് എത്തിയില്ല. ഏകദേശം 2 ആളെ ഫുഡ് ഇങ്ങനെ ഒരു 3 ആൾ കഴിക്കാനുള്ള ഉണ്ടാവും. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വണ്ടി സർവീസിന് പോകുന്നതാണ്. ടൊയോട്ടൻ്റെ ഷോറൂമിലാണ് കേട്ടോ. ഷോയഹ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെ പറയും. ഇവിടെ ഫുള്ള് ഇതുപോലെ വണ്ടീൻ്റെ സർവീസും കാര്യങ്ങളും, വണ്ടി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. വ്യവസായമായിട്ടുള്ള ഭയങ്കര തിരക്ക് പിടിച്ചുള്ള ഒരു ഏരിയയാണ് ഷോയഹ്. ഇപ്പോൾ ഇവിടെ ഓയിലും എഞ്ചിൻ്റെ സർവീസ്, ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് സർവീസിന് പോകുന്നതാണ് മാഡത്തിൻ്റെ വണ്ടി. അവിടെ ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട്, ഇവരുടെ ഈ വർക്ക് കണ്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ ഒരു രസമാണ്. കമ്പനീൻ്റെ സർവീസ് സെൻറ്റർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങളൊക്കെയാണ്. അതിൽ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കാണുന്നുണ്ടാവില്ല. സർവീസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി. നല്ല ഒരു മരുഭൂമിയിലെ ടെൻറ്റും കാര്യങ്ങളും ലൈറ്റൊക്കെയാണ് ഇവിടെ. ഈ ഒരു തണുപ്പ് സീസണിൽ ഇവിടെയാണ് എല്ലാവരും ആക്റ്റീവായി ഉണ്ടാവുക. അധികം ആരും വീട്ടിലൊന്നും ഉണ്ടാവാറില്ല. ഇത് പോരുന്ന വഴിയിലൊരു കുറഞ്ഞ സ്ഥലത്തൊരു വ്യൂ മാത്രമാണ് കേട്ടോ. ഒരുപാട് ഏരിയ ഇതുപോലെ നല്ല കളർഫുള്ളായി ടെൻറ്റും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഒരു ലൈഫ് അങ്ങനെയാണ്. കുറച്ച് കാലം ഇങ്ങനെ മണ്ണിൽ കൂടി കളിച്ചിട്ടുള്ള ഒരു കാലം. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോരുകയാണ്. എയർപോർട്ടിന് അടുത്താവുന്നത് കൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എടുക്കാൻ തോന്നും. അതെപ്പോൾ കണ്ടാലും നമുക്കിങ്ങനെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ നമുക്ക് സ്കൈ വ്യൂവിൽ ഇങ്ങനെ ഫ്ലൈറ്റിനെ കാണാൻ കഴിയും. ഒരു സമയം 3 എണ്ണത്തിനൊക്കെ കണ്ട സമയമുണ്ട്. ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കളറ് ഇങ്ങനെ കാണാൻ കഴിയും വരുന്നത്. ഒന്ന് ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ടാവും, ഒന്ന് പൊന്തിയിട്ടുണ്ടാവും. അങ്ങനെ അടിപൊളി. അത് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കുവൈത്തിൽ നിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.